ഓക്കെ, അപ്പോൾ റേറ്റ് എന്താ പറഞ്ഞു? റേറ്റ് 2 ടൈപ്പ് ഉണ്ട്, ആവറേജ് റേറ്റ് ഉണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ എഫക്റ്റ് റിയാക്ഷൻ റേറ്റ്? ഒന്നാമത്തെ ഫാക്ടർ പറയുന്നത് കോൺസെൻട്രേഷനാണ്, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ. ഒക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാൽ മേ ബി നിങ്ങൾ 10th കുറച്ച് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ നമുക്കറിയാം, ഇക്വിലിബ്രിയം പറയുമ്പോഴൊക്കെ നമ്മൾ അതേപോലെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഫോർവേഡ് ഡിറക്ഷനിൽ റിയാക്ഷൻ നടക്കും അല്ലേ, അപ്പം റിയാക്ഷൻ്റെ സ്പീഡ് കൂടും. ഇനി ടെമ്പറേച്ചർ കൂടിയാൽ, ചില റിയാക്ഷൻ റൂം ടെമ്പറേച്ചറിൽ നടക്കാത്ത പല റിയാക്ഷനും ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ എത്രയോ തൗസൻഡ്സ് ടൈംസ് ഫാസ്റ്ററായിട്ട് നടക്കും. ഇനി കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ്, കാറ്റലിസ്റ്റിൻ്റെ റോൾ എന്താ? ഇറ്റ് എൻഹാൻസസ് അല്ലെങ്കിൽ ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ടു ദ സെയിം എക്സ്റ്റെൻറ്റ്. ഇപ്പോൾ റിയാക്ഷൻ്റെ സ്പീഡ് കൂടുന്നതിൽ കാറ്റലിസ്റ്റിന് ഒരു റോളുണ്ട്. റിയാക്റ്റൻസിൻ്റെ സർഫസ് ഏരിയ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വേറൊരു സംഭവം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, പൗഡേർഡായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അല്ലേ എഡ്സോപ്ഷൻ്റെ റേറ്റ് കൂടുന്ന പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പൗഡർ ചെയ്തിട്ട് ചെയ്യുമ്പം റേറ്റ് ഓഫ് എഡ്സോപ്ഷൻ കൂടും. ഇവിടെ റീസൺ ഇതാണ്, കൈനറ്റിക്സ് റിയാക്ഷൻ്റെ സ്പീഡ് കൂടുകയാണ്. ഓക്കെ, അപ്പം സർഫസ് ഏരിയ കൂടിക്കഴിയുമ്പം പിന്നെ റിയാക്ഷൻ ദർ ഇസ് ഇൻക്രീസ് ഇൻ റേറ്റ് ഓഫ് റിയാക്ഷൻ. പ്രസൻസ് ഓഫ് ലൈറ്റ്, ചില റിയാക്ഷൻസ് ഇപ്പോൾ ഹീറ്റ് ചെയ്താൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂടുമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ലൈറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കുമെന്ന് പറയണത്. അവിടെ ആവശ്യമായിട്ടുള്ള എനർജി, റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യാൻ വേണ്ട എനർജി സപ്ലൈ ചെയ്യുന്നത് ലൈറ്റാണ്, എസ്പെഷ്യലി ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ്. ഇനി നേച്ചർ ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ആണ് വേറൊരു ഫാക്ടർ. റിയാക്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അയോണിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ റിയാക്ഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കും, അയോൺസ് ആർ ഫ്രീ ടു മൂവ്. അതേസമയം കോവലന്റ് കോമ്പൗണ്ട്സ്, ഇപ്പോൾ ഹൈഡ്രോളിസിസിലൊക്കെ ഷുഗറും ഒക്കെ ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ സൂക്രോസിൻ്റെയൊക്കെ ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ അവർക്ക് കോവലന്റ് ബോണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആ റിയാക്ഷൻസ് കമ്പാരിറ്റീവ്ലി സ്ലോ ആയിരിക്കും. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഓക്കെ,